ബിജു എന്ന ആളെയാണ് ഇന്നലെ രാത്രി 1:30 കൂടി എന്ന് പറഞ്ഞാൽ അദ്ദേഹം നമ്മൾ അന്വേഷിച്ചപ്പോഴത്തേനും അവരുടെ കുടുംബമായിട്ട് സംസാരിച്ചപ്പോൾ രാത്രിയിൽ ആന വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആന അവരുടെ വീട്ടിൽ പറമ്പിൽ കയറി എന്ന് പറഞ്ഞപ്പോൾ ഇതിനെ ഓടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇരുട്ടായതുകൊണ്ട് കണ്ടില്ല. അപ്പോൾ അങ്ങനെയെന്ന് പറഞ്ഞാൽ ആന ആക്രമിക്കുകയും അങ്ങനെയാണ് ആൾ കൊല്ലപ്പെടുകയും ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കി റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും അതോടൊപ്പം തന്നെ ബാക്കി പോലീസും ഫോറസ്റ്റും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അപ്പം നാട്ടുകാർ ഈ ഒരു ബോഡി വിട്ടുതരില്ല എന്നുള്ള രീതിയിൽ ആയിരുന്നു അവിടെ പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഒരു കോമ്പൻസേഷൻ കൊടുക്കണമെന്നും അതേപോലെ തന്നെ മകന് ജോലി കൊടുക്കണം, ഇതൊക്കെയാണ് അവരുടെ ഡിമാൻഡ്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ചെന്ന് സംസാരിച്ച് അവരുടെ മകനോടും അതുപോലെ തന്നെ ബാക്കി അവിടുത്തെ പൊളിറ്റിക്കലായിട്ടുള്ള ബാക്കി റെപ്രസെൻറ്റേറ്റീവ്സിനോടും അവരുടെ ഭാര്യയോടും ഒക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനീഷ്യൽ കോമ്പൻസേഷനായിട്ടുള്ളൊരു എമൗണ്ട് ഇന്ന് തന്നെ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി തഹസിൽദാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തഹസിൽദാർ ഇപ്പം ഓൺ ദ വേ ആണ്. അപ്പോൾ ഒരു 10 മണിയോടുകൂടി ഇനീഷ്യൽ റിപ്പോർട്ട് കിട്ടും. അത് നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ട് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് കൊടുത്തിട്ട് ഇനീഷ്യൽ കോമ്പൻസേഷൻ ഉടൻ തന്നെ നമുക്ക് ഓർഡർ ചെയ്ത് കിട്ടാവുന്നതാണ്. ബാക്കി എന്താണെന്നുള്ളത് ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ജോലിയും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിലേക്ക് റെക്കമെൻഡ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. മൃതശരീരം വിട്ടുകൊടുക്കുന്നതിന് അവർ ചെറിയ തടസ്സം ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു. അക്കാര്യത്തിൽ അത് അവർ പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കാട്ടാന അവിടെ ഇപ്പം നേരത്തെ വന്നിരുന്നെങ്കിൽ ഇപ്പം ഒരു ശല്യമായിട്ട് ഇപ്പോഴാണ് വന്നിരുന്നത്. പിന്നെ അത് മാത്രമല്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഫെൻസിങ്ങിൻ്റെ ഒരു സംഭവമുണ്ട്. അത് നമ്മളിപ്പോൾ DFO ആയിട്ട് സംസാരിക്കുന്നതേ ഉള്ളൂ, DFO എത്തുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഫെൻസിങ് ചെയ്യാനൊന്നൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫെൻസിങ്ങിൻ്റെത് അത് പ്രപ്പോസൽ ആയിട്ടുണ്ടെന്നാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അറിഞ്ഞത്. അപ്പോൾ ആ ഫെൻസ് ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നവും പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഇങ്ങനെ ആൾ കൊല്ലപ്പെട്ടു, ഇങ്ങനെ ഒരു ജനവാസ മേഖലയിൽ വന്നു ആന ആക്രമിച്ചു എന്നുള്ളതിൻ്റെ ഒരു അജിറ്റേഷനാണ് അവർ കാണിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ മൃതദേഹം ഇപ്പം നമ്മൾ അതിനുശേഷം ഈ പറഞ്ഞ ഈ 2-3 കാര്യം അവരുടെ ഡിമാൻഡ് ഞാൻ പറഞ്ഞില്ല, കോമ്പൻസേഷനും അതേപോലെ ജോലിയായിരുന്നു ഡിമാൻഡ്. അപ്പോൾ ഇനിഷ്യൽ കോമ്പൻസേഷൻ കൊടുക്കാവുന്ന ബാക്കി എമൗണ്ട് നമുക്ക് ബാക്കി റെക്കമെൻഡ് ചെയ്യാമെന്നും ജോലിയുടെ കാര്യം റെക്കമെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാരുടെ സമ്മതത്തോടുകൂടി ബോഡി എടുത്തിട്ടുണ്ട്, കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്.